ഈ ഒരു കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ വളരെ മോശമായിട്ടുള്ള അൺഹെൽത്തിയും ജങ്ക് ഫുഡ്സും ഷുഗറും അത്യാവശ്യം നല്ലപോലെ ഞാൻ കഴിച്ചതിൻ്റേത് എൻ്റെ സ്കിന്നിലാണെങ്കിലും എൻ്റെ വെയ്റ്റിലാണെങ്കിലും നല്ലപോലെ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് കുറച്ച് വെയിറ്റ് ഉണ്ട്. ആ ഒരു വെയിറ്റ് അതുപോലെ അല്ലെങ്കിൽ അതിൻ്റെ ഹാഫ് എൻ്റെ വെയിറ്റ് കയറിയിട്ടുണ്ട്. അത് കാണുമ്പോൾ ഒരു നെഞ്ചിലൊരു പ്രത്യേകതരം ഇടിപ്പാണ്. കാര്യം അത്രത്തോളം നമ്മൾ കഷ്ടപ്പെട്ടാണ് കുറച്ചത്. സോ പെട്ടെന്നൊരു ഉൾവിളി വന്നിട്ട് ഞാൻ നേരെ ലുലു മാളിലേക്കാണ് പോയത്. ബിക്കോസ് വീടിൻ്റെ തൊട്ടടുത്താണ്. സോ ഈ 2 സാൻഡ്വിച്ചും കൂടെ എടുത്ത് ഞാൻ നിർത്തുകയാണ്. ഇതും കൂടെ കഴിച്ചിട്ട് നാളെ രാവിലെ തൊട്ട് നല്ലപോലെ ഡയറ്റ് എടുക്കണം എന്ന പ്ലാനിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ആവശ്യമില്ലാത്തതൊക്കെ എൻ്റെ കണ്ണിൽപ്പെട്ടെങ്കിലും ഒന്നും ഞാൻ മേടിച്ചില്ല. ഒരു പ്രത്യേകതരം കൺട്രോളിങ് ആയിരുന്നു. അതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. കുറേയൊക്കെ ഞാൻ കൺട്രോൾ ചെയ്തു. ഈ ഹൽവയുടെ വീഡിയോ എടുക്കാനുള്ള കാര്യം ഞാനൊരു ഹൽവ മാനുഫാക്ചറുടെ വൈഫ് ആയതുകൊണ്ടായിരിക്കാം. എവിടെ ചെന്നാലും ഇപ്പം ഹൽവ കണ്ടാലും എൻ്റെ കണ്ണ് അവിടെ ചെന്ന് ഉടക്കും. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ മേടിച്ചു. തീരെ താല്പര്യമില്ല കഴിക്കാൻ, എന്നാലും കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ച് കൂട്ടി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൾക്ക് വേണ്ടി കുറച്ച് ഹെൽത്തി ആയിട്ട് ഡ്രൈ ആക്കിയിട്ടുള്ള ഈ ഒരു ഡേറ്റ്സ് മേടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ചും കൂടെ ഡ്രൈ ആക്കിയിട്ട് ഞാനത് പൊടിച്ച് വെക്കുമ്പോൾ ഇത് കുഞ്ഞിന് കൊടുക്കുന്ന ഫുഡിലെല്ലാം ചേർക്കുമ്പോൾ ഈ ഷുഗറിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നല്ലൊരു ഐറ്റമാണ്. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് എന്താ കൊടുക്കുന്നത് എനിക്കറിയില്ല, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, നല്ലൊരു കാര്യമാണ്. അതുപോലെ ഈ പനീറല്ല കേട്ടോ ഞാൻ ലാസ്റ്റ് എടുത്തത്. ഞാൻ വേറൊരു ഐറ്റമാണ് എടുത്തത്. ഐറ്റം മാറിപ്പോയി. പനീറിൻ്റെ കൂട്ടത്തിൽ നിന്ന് ടൂഫ സംതിങ് അങ്ങനെ എന്തോ ഒരു ഐറ്റമാണ് എടുത്തത്. അബദ്ധം പറ്റിയതാണ്. പിന്നെ കുറച്ച് ലോണ്ട്രി ഐറ്റംസൊക്കെ മേടിച്ചിട്ട് നേരെ പുറത്ത് വന്നപ്പോൾ അതിശക്തമായ മഴ. പണി കിട്ടി ഞാനവിടെ നിൽക്കുകയായിരുന്നു.